നമസ്കാരം. മലയാളികളെ ഏറ്റവും ലളിതമായി ഇംഗ്ലീഷ് സംസാരിക്കുവാനും തെറ്റില്ലാതെ ഇംഗ്ലീഷ് എഴുതുവാനും പഠിപ്പിക്കുന്ന, പരിശീലനം നൽകുന്ന മലയാള മനോരമ ആഴ്ചപ്പതിപ്പ് നിങ്ങൾക്കായി ഒരുക്കുന്ന ലേൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ 24ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ വേറിനോടൊപ്പം അഡ്ജക്റ്റീവ് ഉപയോഗിച്ചുള്ള ചോദ്യ ഉത്തര രൂപീകരണമാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. ഒരു ഉദാഹരണം: മുമ്പ് നീ ഭിക്ഷക്കാരോട് ദയുള്ളവനായിരുന്നോ? ദയുള്ള, കൈൻഡ്. പിച്ചക്കാർ, ബെഗേഴ്സ്. വേർ യു കൈൻഡ് ടുവേർഡ്സ് ബെഗേഴ്സ് ബിഫോർ? Yes, I was kind towards beggars before. No, I was not kind towards beggars before. ഇവിടെ നീ എന്ന സബ്ജക്റ്റിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് ദയുള്ള. വേർ യു കൈൻഡ്? ഐ വാസ് കൈൻഡ്. ഈ ഉദാഹരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണ് നമ്മൾ കൃത്യമായി ഓർത്തിരിക്കേണ്ടത്? ഒന്ന്, ഉപയോഗിക്കേണ്ട സബ്ജക്റ്റ് വേറിനോടൊപ്പം യു അല്ലെങ്കിൽ പ്ലൂരൽ സബ്ജക്റ്റ്. രണ്ടാമതായിട്ട് സമയവാക്ക്, എപ്പോഴും കഴിഞ്ഞ സമയത്തെ സൂചിപ്പിക്കുന്ന വാക്കുകൾ. നാമത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് അഡ്ജക്റ്റീവ്, നാമവിശേഷണം. ഈ ഉദാഹരണത്തിൽ കൈൻഡ് ആണ് അഡ്ജക്റ്റീവ്. ഇനി സൂത്രവാക്യം: വേർ പ്ലസ് യു അല്ലെങ്കിൽ പ്ലൂരൽ സബ്ജക്റ്റ് പ്ലസ് അഡ്ജക്റ്റീവ്. എസ് ആൻസർ: എസ് കോമ പ്ലസ് പ്ലൂരൽ സബ്ജക്റ്റ് പ്ലസ് വേർ പ്ലസ് അഡ്ജക്റ്റീവ്. അതല്ല എങ്കിൽ നീ എന്നർത്ഥത്തിൽ വേർ യു ആണെങ്കിൽ yes plus I was plus adjective. No answer. No comma plus plural subject plus were not plus adjective. നീ എന്ന അർത്ഥത്തിലാണെങ്കിൽ no comma plus I was not plus adjective. കൂടുതൽ ഉദാഹരണങ്ങൾ: നിന്റെ കീഴുദ്യോഗസ്ഥർ മുമ്പ് ശ്രേഷ്ഠരായ സഹകാരികൾ ആയിരുന്നു. ശ്രേഷ്ഠരായ സഹകാരികൾ, നോബിൾ, ശ്രേഷ്ഠരായ സഹകാരികൾ, കൊളാബറേറ്റേഴ്സ്. കീഴുദ്യോഗസ്ഥർ, സബോർഡിനേറ്റ്സ്. വേർ യുവർ സബോർഡിനേറ്റ്സ് നോബിൾ കൊളാബറേറ്റേഴ്സ് ബിഫോർ? യെസ്, മൈ സബോർഡിനേറ്റ്സ് വേർ noble collaborators before. No, my subordinates were not noble collaborators before. നിന്റെ വിദ്യാർത്ഥികൾ ഇന്നലെ തിരുത്തലുകൾക്ക് തുറവിയുള്ളവരായിരുന്നു. തിരുത്തലുകൾ, കറക്ഷൻസ്. തുറവിയുള്ള, ഒന്നെങ്കിൽ ഓപ്പൺ, അതല്ല എങ്കിൽ റിസപ്റ്റീവ്, RECEPTIV. ഓപ്പണും റിസപ്റ്റീവിന് ശേഷം ടു പ്രിപ്പോസിഷനായി ഉപയോഗിക്കണം. വേർ യുവർ ചിൽഡ്രൻ ഓപ്പൺ ടു, റിസപ്റ്റീവ് ടു കറക്ഷൻസ് യെസ്റ്റർഡേ. യെസ്, മൈ സ്റ്റുഡൻസ് വേർ ഓപ്പൺ ടു, റിസപ്റ്റീവ് ടു കറക്ഷൻസ് യെസ്റ്റർഡേ. നോ, മൈ സ്റ്റുഡൻസ് വെയർ നോട്ട് ഓപ്പൺ ടു അല്ലെങ്കിൽ റിസപ്റ്റീവ് ടു കറക്ഷൻസ് യെസ്റ്റർഡേ. നിന്റെ കുട്ടികൾ മുമ്പ് അതിവേഗ പഠിതാക്കൾ ആയിരുന്നു. അതിവേഗ, ഫാസ്റ്റ് അല്ലെങ്കിൽ ക്വിക്ക്. പഠിതാവ്, ലേണർ. വേർ യുവർ ചിൽഡ്രൻ ഫാസ്റ്റ് ലേണേഴ്സ്, അതല്ലെങ്കിൽ ക്വിക്ക് ലേണേഴ്സ് ബിഫോർ. Yes,
my children were quick learners before. No, my children were not fast learners before. നിന്റെ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ ബുദ്ധിമതികളും ചുറുചുറുക്കുള്ളവരുമായിരുന്നു കഴിഞ്ഞ വർഷം. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ ട്രെയിനീസ്, ബുദ്ധിയുള്ള, ഇൻ്റലിജൻറ്റ്, ചുറുചുറുക്കുള്ള, സ്മാർട്ട്. വേർ യുവർ ട്രെയിനീസ് intelligent and smart last year? Yes, my trainees were intelligent and smart last year. No, my trainees were not intelligent and smart last year. അവർ ഇന്നലെ രാത്രി അവരുടെ സംഭാഷണത്തിൽ അശ്ലീലതയുള്ളവരായിരുന്നു. അശ്ലീലതയുള്ള, വൾഗർ സംഭാഷണങ്ങൾ, കോൺവെർസേഷൻസ്. Were they vulgar in their conversations last night? Yes, they were vulgar in their conversations last night. No, they were not vulgar in their conversations last night. അവളുടെ ചേച്ചിമാർ പാമ്പുകളെ പേടിക്കുന്നവരാണോ? പേടിക്കുന്ന, scared of, afraid of, preposition of. Were her elder sisters scared of snakes, afraid of snakes before? Yes, her elder sisters were afraid of, scared of snakes before. No, her elder sisters were not afraid of, scared of snakes before. ഈ ശുചിമുറികൾ ഇന്ന് രാവിലെ വൃത്തിയുള്ളതും മെനയുള്ളതുമായിരുന്നു. വൃത്തിയും മെനയുമുള്ള, സ്പിക്ക് ആൻഡ് സ്പാൻ. Were these toilets spick and span this morning? Yes, these toilets were spick and span this morning. No, these toilets were not spick and span this morning. ഇന്നലെ മോഷണ കേസിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ പോലീസുകാർ സംശയിക്കുന്നുണ്ടായിരുന്നു. Were the police suspicious of migrant laborers from other states in the theft case yesterday? മോഷണ കേസ്, തെഫ്റ്റ് കേസ്. സംശയമുള്ള, സസ്പീഷ്യസ് ഓഫ്. യെസ് ആൻസർ. യെസ്, the police were suspicious of migrant laborers from other states in the theft case yesterday. No, the police were not suspicious of migrant laborers from other states in the theft case yesterday. നീ മുമ്പ് പരീക്ഷാ ഒരുക്കങ്ങളിൽ ചിട്ടയുള്ളവനായിരുന്നു. ചിട്ടയുള്ള, സിസ്റ്റമാറ്റിക്. Were you systematic in your preparations for examinations before? Yes, I was systematic in my preparations for examinations before. No, I was not systematic in my preparations for examinations before. ഈ കത്തികൾ ഇന്നലെ മൂർച്ചയില്ലാത്തവയായിരുന്നു. മൂർച്ചയില്ലാത്ത, ബ്ലണ്ട്. Were these knives blunt yesterday? Yes, these knives were blunt yesterday. No, these knives were not blunt yesterday. ഗുജറാത്തും പഞ്ചാബും മുമ്പ് ഇന്ത്യയിലെ അഭിവൃദ്ധി പ്രാപിച്ച സംസ്ഥാനങ്ങൾ ആയിരുന്നു. അഭിവൃദ്ധിയുള്ള, പ്രോസ്പെറസ്. Were Gujarat and Punjab
prosperous states in India before? Yes, Gujarat and Punjab were prosperous states in India before. No, Gujarat and Punjab were not prosperous states in India before. നിന്റെ സുഹൃത്തുക്കൾ മുമ്പ് സ്വാധീനമുള്ളവർ ആയിരുന്നു. സ്വാധീനമുള്ള, ഇൻഫ്ലുവൻഷ്യൽ. Were your friends influential persons before? Yes, my friends were influential persons before. No, my friends were not influential persons before. കഴിഞ്ഞ വർഷം നിന്റെ അവധി ദിനങ്ങൾ രസകരമായിരുന്നു. രസകരമാകുക, enjoyable. Were your holidays enjoyable last year? Yes, my holidays were enjoyable last year. No, my holidays were not enjoyable last year. ഈ സന്ദർശകർ മുമ്പ് നിനക്ക് പരിചയമുള്ളവരായിരുന്നു. പരിചയമുള്ള, ഫെമിലിയർ, പ്രിപ്പോസിഷൻ ടു. സന്ദർശകർ, വിസിറ്റേഴ്സ്. Were these visitors familiar to you before? Yes, these visitors were familiar to me before. No, these visitors were not familiar to me before. അവൻ്റെ ഇടപെടലുകൾ ഇന്നലെ ഹൃദ്യമായിരുന്നു, പ്രസന്നമായിരുന്നു, പ്ലസൻറ്റ്. ഇടപെടലുകൾ, ഡീലിങ്സ്. Were his dealings pleasant yesterday? Yes, his dealings were pleasant yesterday. No, his dealings were not pleasant yesterday. വേറിനോടൊപ്പം അഡ്ജക്റ്റീവ് ഉപയോഗിച്ച് ചോദ്യവും ഉത്തരവും എഴുതുന്ന, സംസാരിക്കുന്ന രീതി പഠിപ്പിക്കുന്ന ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത ആഴ്ച വിൽബിയോടൊപ്പം നൗൺ ചേർത്ത് എങ്ങനെ ചോദ്യങ്ങളും ഉത്തരങ്ങളും രൂപീകരിക്കാമെന്ന് നമ്മൾ പഠിക്കും. വീണ്ടും കാണാം അടുത്ത ആഴ്ച.